ഗുഡ് ഈവനിംഗ്. സ്പെഷ്യൽ എഡിഷൻ തുടങ്ങുന്നു. സോണിയാഗാന്ധി വന്നു പോകും മുൻപേ സംസ്ഥാന കോൺഗ്രസിൽ വിമത ശബ്ദം. കോൺഗ്രസിന്റെ എക്കാലത്തെയും വിജയരഹസ്യം ഗ്രൂപ്പാണെന്ന് കെ സുധാകരൻ. സുധാകരൻ സംസാരിക്കുന്നത് ആർക്കൊക്കെ വേണ്ടി? പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി മേധാ പട്കറും കെജ്രിവാളും യോഗേന്ദ്ര യാദവും മത്സരിക്കും. രാഹുൽ ഗാന്ധിക്കെതിരെ കുമാർ ബിശ്വാസ് മത്സരിക്കും. തെലങ്കാന വിഷയത്തിൽ ഉടക്കി ആന്ധ്ര മുഖ്യമന്ത്രി കിരൺ കുമാർ റെഡ്ഡിയും കൂട്ടരും കോൺഗ്രസ് വിടാനൊരുങ്ങുന്നു. വടകര ഉൾപ്പെടെ 5 മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ RMP തീരുമാനം. അക്രമ രാഷ്ട്രീയത്തിനെതിരെ മാർച്ച് 16 മുതൽ കെ രമയുടെ കേരള യാത്ര. CPIM നേതാക്കളിൽ നിന്ന് ജീവന് ഭീഷണിയുണ്ടെന്ന TP ചന്ദ്രശേഖരന്റെ പ്രസംഗത്തിന്റെ വീഡിയോ പുറത്ത്. പടയങ്കണ്ടി രവീന്ദ്രൻ തന്നെ ഒറ്റുകൊടുക്കാൻ ശ്രമിക്കുന്നെന്ന് പ്രസംഗത്തിൽ ചന്ദ്രശേഖരൻ. സോണിയാഗാന്ധിയെ തള്ളി കെ സുധാകരൻ MP. ആര് വിചാരിച്ചാലും ഗ്രൂപ്പ് ഇല്ലാതാക്കാനാവില്ല. കോൺഗ്രസിന്റെ ശക്തി ഗ്രൂപ്പാണെന്നും കെ സുധാകരൻ. നിലമ്പൂരിൽ രാധയെ കൊലപ്പെടുത്തിയത് കോൺഗ്രസ് ഓഫീസിൽ വെച്ച് തന്നെയെന്ന് IG S ഗോപിനാഥ്. ബലാത്സംഗം നടന്നതിന് തെളിവില്ല. കൊലയ്ക്ക് പിന്നിൽ ബിജുവും ഷംസുദ്ദീനും മാത്രമെന്നും IG. ബിജു നായരെയും ഷംസുദ്ദീനെയും നിലമ്പൂർ മാജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി. പ്രതികളെ മഞ്ചേരി സബ് ജയിലിലേക്ക് മാറ്റി. വെല്ലിംഗ്ടൺ ടെസ്റ്റ് 2ാം ഇന്നിംഗ്സിൽ ന്യൂസിലാൻഡ് പൊരുതുന്നു. ഇന്ത്യയുടെ 1ാം ഇന്നിംഗ്സ് ലീഡ് മറികടന്നു. ബ്രണ്ടൻ മെക്കല്ലത്തിന് സെഞ്ചുറി. പോൾ വാൾട്ടിൽ സെർജി ബൂബ്കയുടെ റെക്കോർഡ് തകർത്ത് ഹുനോൽ ലാവ്ലിനി. കോൺഗ്രസിലെ ഗ്രൂപ്പിസം ഇല്ലാതാക്കാൻ ആർക്കും കഴിയില്ലെന്ന് കെ സുധാകരൻ MP. ഗ്രൂപ്പുകളാണ് കോൺഗ്രസിന്റെ വിജയരഹസ്യം. എല്ലാ നേതാക്കൾക്കൊപ്പവും കുറെ ആരാധകരുണ്ടാകും. ലീഗും BJPയും ഉൾപ്പെടെ എല്ലാ പാർട്ടിയിലും ഗ്രൂപ്പിസമുണ്ട്. എന്നാൽ സുധീരനൊപ്പം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു. ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് കോൺഗ്രസിൽ ഇനി സ്ഥാനമില്ലെന്ന സോണിയാഗാന്ധിയുടെ പ്രഖ്യാപനത്തിന് തൊട്ടുപിന്നാലെയാണ് സോണിയയെ തള്ളി കെ സുധാകരൻ രംഗത്ത് വന്നത്. ആര് വിചാരിച്ചാലും കോൺഗ്രസിലെ ഗ്രൂപ്പ് ഇല്ലാതാക്കാനാവില്ലെന്നായിരുന്നു സുധാകരന്റെ പ്രതികരണം. ഗ്രൂപ്പ് ഒന്നും ഇല്ലാതാക്കാൻ ആർക്കും പറ്റില്ല. എന്താ കാര്യം? ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നേതാവിനെ ഇഷ്ടപ്പെടുന്നവരുമാണ് ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓരോ നേതാവിനും അവരുടേതായ ഫാൻ ഉണ്ടാവില്ലേ? എല്ലാ പാർട്ടിയിലും ഉണ്ട്. എന്നാൽ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ VM സുധീരന് കീഴിൽ കോൺഗ്രസ് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും. അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യമില്ലെന്ന് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടാൽ അനുസരിക്കുമെന്നും സുധാകരൻ വ്യക്തമാക്കി. TP ചന്ദ്രശേഖരനെതിരെ വിവാദ പരാമർശം നടത്തിയ C ഭാസ്കരനെ ന്യായീകരിച്ച പിണറായിയുടെ നിലപാടിനെ സുധാകരൻ ശക്തമായി വിമർശിച്ചു. മരിച്ചുപോയ ഒരാളെ കുറിച്ച് ഇങ്ങനെ ഒരു അപവാദം പ്രചരിപ്പിക്കാൻ ബന്ധത്തിന് വിലയില്ലാത്ത, സാമൂഹ്യ ബന്ധത്തിന് വിലയില്ലാത്ത മ്ലേച്ഛമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും സംസ്കാരഹീനനായ ഒരു രാഷ്ട്രീയ നേതാവിനും മാത്രമേ സാധിക്കൂ. ഒരു സാമൂഹ്യ ബോധമുള്ള രാഷ്ട്രീയ നേതാവിന് സാധിക്കില്ല. അതിനെ പിന്താങ്ങാൻ അതിനേക്കാളേറെ മ്ലേച്ഛമായ ആൾക്കേ സാധിക്കൂ. പിണറായി വിജയന്റെ സ്ഥാനം ഇപ്പോൾ അവിടെയാണ്. മീഡിയ 1 കണ്ണൂർ. ഈ വിഷയം ചർച്ച ചെയ്യാൻ കോൺഗ്രസ് വക്താവ് രാജ്മോഹൻ ഉണ്ണിത്താൻ തിരുവനന്തപുരത്ത്, മുതിർന്ന മാധ്യമ പ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയായ P രാജൻ കൊച്ചിയിൽ, KPCC ജനറൽ സെക്രട്ടറിയും കണ്ണൂർ DCCയുടെ മുൻ പ്രസിഡന്റുമായ P രാമകൃഷ്ണൻ ടെലിഫോൺ ലൈനിലും ഉണ്ടാകും. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, കോൺഗ്രസിന്റെ വിജയരഹസ്യം ഗ്രൂപ്പാണെന്നും ഗ്രൂപ്പ് ഇല്ലാതാക്കാനാകില്ല എന്നുമുള്ള കെ സുധാകരൻ MPയുടെ പ്രസ്താവനയെ താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ, സ്വാഗതം ചെയ്യുന്നുണ്ടോ? ഞാൻ ശ്രീ കെ സുധാകരനുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളുടെ മുഴുവൻ ടെക്സ്റ്റും, ഫുൾ ടെക്സ്റ്റ് ഒരു ചാനലും കൊടുത്തിട്ടില്ല. അതിൽ നിന്ന് ഏതാനും ഭാഗങ്ങൾ അടർത്തിയെടുത്താണ് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായി ജനങ്ങളെ അറിയിച്ചാൽ മാത്രമേ സ്വാഭാവികമായി അദ്ദേഹം എന്താണെന്ന് പറഞ്ഞതെന്ന് ജനങ്ങൾക്ക് മനസ്സിലാകൂ. കോൺഗ്രസ് ഹൈക്കമാൻഡിനെയോ സോണിയാഗാന്ധിയോ വിമർശിച്ചുകൊണ്ട് ഒരക്ഷരം പോലും താൻ പറഞ്ഞിട്ടില്ലെന്നും ചില കാര്യങ്ങൾ പറഞ്ഞത് തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ അത് ഹൈലൈറ്റ് ചെയ്യുകയാണ് ചാനലുകൾ ചെയ്യുന്നതുമാണ് ശ്രീ സുധാകരൻ എന്നോട് പറഞ്ഞത്. ഇന്നലെ ഈ അടുത്ത കാലത്ത് KPCC രാജ്മോഹൻ ഉണ്ണിത്താൻ, താങ്കൾ പറഞ്ഞു ഫുൾ ടെക്സ്റ്റ് താങ്കൾ കണ്ടിട്ടില്ല. ശരി, സമ്മതിക്കുന്നു. എവിടെയൊക്കെയാണ് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതെന്ന് താങ്കൾക്കൊന്ന് വ്യക്തമാക്കാമോ? സുധാകരൻ പറഞ്ഞത് കോൺഗ്രസിൽ ഗ്രൂപ്പ് ഇല്ലാതാക്കാൻ ആർക്കും കഴിയില്ല. നേതാക്കൾക്ക് ചുറ്റുമുള്ള ആരാധക വൃന്ദം, ഫാൻ ഫോളോവേഴ്സ് ആണ് ഗ്രൂപ്പ്. നേതാക്കൾക്ക് ആരാധകരുണ്ടാകുന്നത് നല്ലതാണ്. ഇവരുടെ ആത്മാർത്ഥമായ പ്രവർത്തനമാണ് പാർട്ടിയെ വിജയിപ്പിക്കുന്നത്. ഗ്രൂപ്പ് ഉള്ളപ്പോൾ തന്നെ കോൺഗ്രസ് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. ഇതാണ് കെ സുധാകരൻ MP പറഞ്ഞത്. ഇതിലെവിടെയാണ് തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുള്ളത്?
അല്ല, കോൺഗ്രസിനകത്ത് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ, ഗ്രൂപ്പ് അവസാനിപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ പ്രസ്താവനയോട് എനിക്ക് യോജിക്കാനാവില്ല. കാരണം ഇതിനകത്ത് ഗ്രൂപ്പ് അനുവദിക്കില്ല എന്ന് പറഞ്ഞത് കോൺഗ്രസ് പ്രസിഡൻ്റാണ്. അത് പറയാൻ അവകാശമുള്ള, അധികാരമുള്ള ആൾ തന്നെയാണ് ശ്രീമതി സോണിയാഗാന്ധി. അപ്പോൾ സോണിയാഗാന്ധിയാണ് പറഞ്ഞത് കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഗ്രൂപ്പുകളുടെ കാലം കഴിഞ്ഞു, ഇനി ഗ്രൂപ്പ് അനുവദിക്കില്ല. ആ ഗ്രൂപ്പ്, ഈ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പ് അനുവദിക്കില്ലെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി ഈ പാർട്ടിക്കകത്ത് ഗ്രൂപ്പിസം അവസാനിപ്പിക്കാൻ അധികാരമുള്ള, അവകാശമുള്ള ആൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഗ്രൂപ്പ് രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കില്ല. അതിൻ്റെ അർത്ഥം കേരളത്തിൽ ഇനി ഗ്രൂപ്പ് രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്നു പറഞ്ഞാൽ ഇവിടുന്ന് ഗ്രൂപ്പിൻ്റെ പേരിൽ ചെല്ലുന്ന ഒരു ശുപാർശകളിലും കോൺഗ്രസ് തീരുമാനമെടുക്കില്ല, അംഗീകരിക്കില്ല, അടിയിൽ ഒപ്പിടില്ല. അപ്പോൾ സ്വാഭാവികമായി കോൺഗ്രസ് പ്രസിഡന്റ് പറഞ്ഞതാണ് ശരി, ഗ്രൂപ്പ് അനുവദിക്കില്ലെന്ന് പറഞ്ഞാൽ അനുവദിക്കില്ല തന്നെ. അതിനെന്താ തർക്കം? അതിനെ ആർക്കും ചോദ്യം ചെയ്യാൻ അവകാശമില്ല കോൺഗ്രസ് പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട്. ഈ പാർട്ടിയിൽ നേതാക്കന്മാർക്ക് ആരാധകന്മാരാകാം, സുധാകരൻ പറഞ്ഞു ശരിയാണ്. പക്ഷേ വിധേയന്മാരാകാൻ പാടില്ല, വിടുപണിക്കാരാകാൻ പാടില്ല, പാദസേവകരാകാൻ പാടില്ല. അപ്പോൾ ആരാധകർ എല്ലാ നേതാക്കന്മാർക്കും ഉണ്ട്, ആരാധകരാകാം. രാജ്മോഹൻ ഉണ്ണിത്താൻ ഇത്രയൊക്കെ പറയുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയം പഠിച്ചിട്ടുള്ളവർക്ക്, അത് നിരീക്ഷിച്ചിട്ടുള്ളവർക്ക്, അത് മനസ്സിലാക്കി എടുത്തിട്ടുള്ളവർക്ക് അറിയാം. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ പോലും ഒരിക്കൽ ഗ്രൂപ്പിന്റെ വക്താവായി നിന്നിട്ടുള്ള ആളാണ്, ഗ്രൂപ്പിന് വേണ്ടി ശക്തമായി വാദിച്ച ആളാണ്. അരൂപിയായ ഹൈക്കമാൻഡ് എവിടെ, അരൂപിയായ ഹൈക്കമാൻഡാണ് ഉള്ളത് എന്ന് നിരന്തരം പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. അതിൻ്റെ എല്ലാം തിക്ത ഫലങ്ങൾ അനുഭവിച്ച ശേഷം ഇപ്പോൾ ഗ്രൂപ്പ് വേണ്ട എന്നൊരു തീരുമാനത്തിൽ താങ്കൾ എത്തി എന്നതാണോ? അതല്ല ഗ്രൂപ്പ് രാഷ്ട്രീയം എല്ലാ കാലത്തും കോൺഗ്രസിന് വിജയമായി ശക്തിയായി നിന്നിട്ടുണ്ടെന്ന കെ സുധാകരൻ MP-യുടെ പ്രസ്താവന അടിസ്ഥാനരഹിതമാണെന്നതാണോ താങ്കളുടെ നിലപാട്? ഞാൻ ഒരു കാലത്ത് കോൺഗ്രസ് ഗ്രൂപ്പിൽ അടിയുറച്ചു നിന്ന ആളാണ്, ഐ ഗ്രൂപ്പിൻ്റെ വക്താവായിരുന്നു. ഞാൻ എടുത്തിട്ടുള്ള തീരുമാനങ്ങളും പറഞ്ഞ കാര്യങ്ങളും ഒന്നും ഒരിക്കലും ജീവിതത്തിൽ മാറ്റി പറയുന്ന ഒരാളല്ല. ഞാൻ അടിയുറച്ചു നിന്ന ആളാണ്. എന്തുകൊണ്ട് ഞാൻ ഗ്രൂപ്പിൽ അടിയുറച്ചു നിന്ന് ചോദിച്ചാൽ, അന്ന് കേരളത്തിലെ ഗ്രൂപ്പുകൾ തീരുമാനിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഡൽഹിയിൽ നടക്കൂ. ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ നിന്നിട്ടല്ലാതെ കോൺഗ്രസിൽ പ്രവർത്തിക്കാനാവില്ലെന്ന് കണ്ടതുകൊണ്ടാണ് ഞാനൊരു ഗ്രൂപ്പിൽ പ്രവർത്തിച്ചത്. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിൽ പ്രവർത്തിച്ച് ഗ്രൂപ്പിന് വേണ്ടി ഏത് അറ്റം വരെയും പോയ ഒരാളാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ തിക്തഫലം ആ ഗ്രൂപ്പിൽ നിൽക്കുമ്പോൾ അനുഭവിച്ച ആളുമാണ് ഞാൻ. സ്വാഭാവികമായി ശ്രീ കരുണാകരൻ്റെ ഗ്രൂപ്പിൽ നിന്ന് മാറിയതിന് ശേഷം ഞാൻ ഇന്ന് വരെ ഒരു ഗ്രൂപ്പിലും ചേർന്നിട്ടുമില്ല, ഒരു ഗ്രൂപ്പിൻ്റെ മീറ്റിങ്ങിൽ പോയിട്ടുമില്ല, ഒരു ഗ്രൂപ്പിന് വേണ്ടി ഞാൻ ഒരിടത്തും വാദിച്ചിട്ടുമില്ല. ഞാൻ നിഷ്പക്ഷമായി, നീതിപൂർവമായിട്ടാണ് കഴിഞ്ഞ കുറേ കാലമായി ചാനൽ ചർച്ചകൾ പങ്കെടുക്കുന്നത്. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഞാൻ താങ്കളിലേക്ക് കൂടുതൽ ചോദ്യങ്ങളുമായി തിരിച്ചെത്താം. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ദയവായി താങ്കൾ തുടരുക. മുതിർന്ന മാധ്യമപ്രവർത്തകൻ പി രാജനുണ്ട്. ശ്രീ രാജൻ, ഏറെ കാലമായി കേരളത്തിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ, കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ഇടപെടലുകളെ, അതിനകത്ത് നടക്കുന്ന ചരടുവലികളെയും കാലുവലിച്ച് താഴെയിടുന്ന നീക്കങ്ങളും മറ്റെല്ലാം കണ്ട് തഴമ്പിച്ച് മനസ്സിലാക്കിയ വ്യക്തിയാണ് താങ്കൾ. ശ്രീ രാജൻ, ഇന്ന് കെ സുധാകരൻ പറഞ്ഞ കാര്യത്തിൽ അസംബന്ധമായി എന്തെങ്കിലും താങ്കൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. കാരണം ഇംഗ്ലീഷിൽ പറഞ്ഞ മച്ച് എഡോ അബൌട്ട് നത്തിങ് എന്ന് പറയുന്ന പോലെ ഒന്നുമില്ലാത്തതിനെ തുല്യ ഉള്ള ഒരു ഒച്ചപ്പാട് മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലാത്ത ഒരു വൈരുദ്ധ്യം പെരുപ്പിച്ച് കാണിക്കുന്ന രീതിയിൽ സോണിയാഗാന്ധിയുടെ പ്രസംഗവും സുധാകരൻ്റെ പ്രസ്താവനയും തമ്മിൽ കണ്ടെത്താനുള്ള ശ്രമമാണ്. ഗ്രൂപ്പ് രാഷ്ട്രീയം ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിനകത്ത് കുറേ കാലമായി ഒരു നേതാവിനും അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കുറേ അനുയായികളും ചേർന്ന ഒരു സംഘാതമായി മാറി കോൺഗ്രസ് എന്നുള്ള അർത്ഥത്തിലാണ്. അത് കേരളത്തിലെ AI ഗ്രൂപ്പിൻ്റെ സ്പ്ലിറ്റിന് ശേഷമാണ്. പക്ഷേ നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് ഈ ഗ്രൂപ്പ് വക്താക്കൾ തന്നെ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. ഇന്ന് A ഗ്രൂപ്പോ I ഗ്രൂപ്പോ പഴയ ഒറിജിനൽ I ഗ്രൂപ്പോ എന്നൊന്നും പറയാവുന്ന വിധത്തിൽ ഒരു ഗ്രൂപ്പില്ല. പിന്നെ ഗ്രൂപ്പിൻ്റെ കൂടെ നിൽക്കുന്നത് പലപ്പോഴും ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തി അതിൽ നിന്ന് ഉയർന്നു വരാനുള്ള സാധ്യതയില്ലാത്ത ഒരു സാഹചര്യത്തിലാണ്. മര്യാദയ്ക്ക് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്ന ഇലക്ഷൻ കമ്മിറ്റിയും അതേപോലെ തന്നെ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്ന കാലത്തുള്ള ഒരു ഗ്രൂപ്പുകളുണ്ടായിരുന്നു. അതായത് പഴയ കാലത്ത് CK ഗോവിന്ദനാരുടെ ഗ്രൂപ്പും ശങ്കർ ചാക്കോ ഗ്രൂപ്പും കൂടിയുള്ള മത്സരത്തിൽ 12 വോട്ടിനോ 11 വോട്ടിനോ ഒക്കെയാണ് KPC പ്രസിഡന്റ് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നത്. അന്ന് കോൺഗ്രസ് ഈ ഗ്രൂപ്പുകളുടെ സാന്നിധ്യത്തോടു കൂടി തന്നെ സുശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സുധാകരൻ പറഞ്ഞ ഗ്രൂപ്പ് കോൺഗ്രസിൽ എല്ലാ കാലത്തും ഉണ്ടായിട്ട് ഗ്രൂപ്പ് ശക്തിപ്പെടുത്തുന്നത്. പക്ഷേ എല്ലാ തവണയും അങ്ങനെ ഗ്രൂപ്പ് ശക്തിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാവണമെന്നില്ല. പരസ്പരം സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിക്കുകയും കാലുവാരുക എന്നൊക്കെ പറയത്തക്ക വിധത്തിൽ കാലുവാരലുണ്ടെന്ന് പറയുന്നത് മാധ്യമങ്ങളിൽ മാത്രം കേട്ടോ. എൻ്റെ ഒരു അനുഭവത്തിൽ അങ്ങനെ വലിയ കാലുവാരലൊന്നും ഒരു തെരഞ്ഞെടുപ്പിലും
നടത്താൻ സാധ്യമല്ല. വളരെ വ്യക്തിപരമായ സ്വാധീനമുള്ള ചില സ്ഥാനാർത്ഥികൾ ചില മണ്ഡലത്തിൽ നിൽക്കുമ്പോൾ മാത്രം ഗണ്യമായ വോട്ട് അവർക്ക് കിട്ടും എന്നുള്ള, അല്ലെങ്കിൽ മിക്കവാറും ഇത്തരം റബലുകളായിട്ട് വരുന്നവർ അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പിൻ്റെ പേരിൽ റബൽ ചെയ്യുന്നവന് പ്രധാന മത്സരം അസാധുവായിട്ടാണ് നടത്താറ്. അതിനപ്പുറമൊന്നും വലിയ മത്സരമൊന്നും നടത്താറില്ല. നമ്മൾ മാധ്യമങ്ങളിൽ പെരുപ്പിക്കുന്നുകൊണ്ട് വരുന്ന ഒരു ഗ്രൂപ്പ് ചിന്ത ഉണ്ടെന്നുള്ളതല്ലാതെ ഞാൻ കാര്യമായൊരു വൈരുദ്ധ്യം സോണിയാഗാന്ധിയുടെ പ്രസ്താവനയും സുധാകരൻ്റെ പ്രസ്താവനയും തമ്മിൽ കാണുന്നില്ല. ചോദ്യത്തിനുള്ള ഉത്തരം എന്നുള്ള നിലയ്ക്ക് ഊന്നി പറഞ്ഞ് കാണാനാണ് സാധ്യത. ഗ്രൂപ്പുണ്ട്, അത് സത്യമാണ്. പക്ഷേ ഇലക്ഷൻ വരുമ്പോൾ ഞങ്ങളെല്ലാം ഒന്നിച്ച് നിൽക്കും എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞല്ലോ. അത്ര തന്നെ സോണിയാഗാന്ധിയും ഉദ്ദേശിച്ച് കാണുള്ളൂ. ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ മാത്രം സ്ഥാനാർത്ഥികളെ നിർത്താൻ രണ്ട് ഗ്രൂപ്പുകാരും നേതാക്കളായി വരികയാണെങ്കിൽ അത് മേലാൽ നടക്കില്ല എന്നൊരു സൂചന ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ സോണിയാഗാന്ധി നൽകി കാണും. അതിൻ്റെ ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. KPCC ജനറൽ സെക്രട്ടറി, കണ്ണൂർ DCCയുടെ മുൻ അധ്യക്ഷൻ ശ്രീ P രാമകൃഷ്ണൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ രാമകൃഷ്ണൻ, K സുധാകരൻ എന്ന കോൺഗ്രസ് നേതാവ് കണ്ണൂരിൽ ഉദയം കൊണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായത് പ്രതിപക്ഷത്തിന് മാത്രമല്ല, ഭരണപക്ഷത്തുള്ള കോൺഗ്രസ് പാർട്ടിയിലെ തന്നെ താങ്കളെ പോലുള്ള നേതാക്കൾക്കായിരുന്നു. ആ ഘട്ടത്തിൽ പലതവണ നിങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം മാധ്യമങ്ങളിൽ വാർത്തയായി നിറഞ്ഞു നിന്നിരുന്നു. അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടി വന്നു താങ്കൾക്ക്. ഇപ്പോൾ K സുധാകരൻ പറയുന്നു ഗ്രൂപ്പ് ഉണ്ടാകുമെന്ന്. ഒരു ഗ്രൂപ്പ് ഉണ്ടാവുകയും അതിൻ്റെ നേതാവായി നിൽക്കുകയും അങ്ങനെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സജീവമായി നിൽക്കുകയും ഇനിയും അങ്ങനെ തന്നെ വേണം എന്ന് K സുധാകരന് ചിന്ത ഉള്ളത് കൊണ്ടാകില്ലേ അദ്ദേഹം ഇങ്ങനെ ഒരു പരാമർശം സോണിയാഗാന്ധി പോയ തൊട്ട് പിറ്റേന്ന് നടത്തിയത്? സുധാകരൻ പറഞ്ഞത് ഗ്രൂപ്പ് അങ്ങനെ പെട്ടെന്ന് അവസാനിക്കുകയില്ല എന്നാണ്. അത് സുധാകരൻ പറഞ്ഞത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കോൺഗ്രസിലെ ഗ്രൂപ്പിസത്തിന് ഒരുപാട് കാലത്തെ പഴക്കമുണ്ട്. സ്വാതന്ത്ര്യത്തിന്റെ മുൻപും കോൺഗ്രസിൽ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. കോൺഗ്രസിൽ പക്ഷെ അന്ന് ആശയപരമായ ഗ്രൂപ്പാണ്. മിതവാദികളും തീവ്രവാദികളും തമ്മിലുള്ള ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഡൊമേനിയൻ പദവി മതി എന്നൊരു വിഭാഗവും പൂർണ്ണ സ്വാതന്ത്ര്യം വേണമെന്ന മറ്റൊരു വിഭാഗവും, അതെല്ലാം ആശയപരമായ ആരോഗ്യകരമായ ഗ്രൂപ്പാണ്. അതുപോലെ ഇടതുപക്ഷവും കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നു. ആ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിൽപ്പെട്ടവർ പിന്നീട് ഒരു വിഭാഗം കമ്മ്യൂണിസ്റ്റുകാരായി. പിന്നീട് നേരത്തെ ഇവിടെ രാജ്യം ചൂണ്ടിക്കാണിച്ചതുപോലെ സ്വാതന്ത്ര്യത്തിന് മുൻപും സ്വാതന്ത്ര്യത്തിന് ശേഷം കേളപ്പനും CKGയും രണ്ട് ഗ്രൂപ്പുകാരായി നിന്നു. അവസാനം കേളപ്പൻ പാർട്ടി വിട്ട് KMB ഉണ്ടാക്കി KMBയിലേക്ക് പോയി. പക്ഷേ CK ഗോവിന്ദനാർ കോൺഗ്രസ് ഉറച്ചു നിന്നു. അപ്പോ അവരിലൊക്കെ പിന്നീട് അതിൽ ആളുകൾ KA ദാമോദരൻ ഉൾപ്പെടെയുള്ള ആളുകൾ KMB തിരിച്ച് കോൺഗ്രസിലേക്ക് വന്നു. പക്ഷേ ഇത്തരം ഗ്രൂപ്പുകൾ പാർട്ടിയുടെ പൊതു ലക്ഷ്യങ്ങൾക്ക് വിരുദ്ധമാണെങ്കിൽ അത് അപകടം ചെയ്യും. അതാണ് ഇന്നലെ സോണിയാഗാന്ധി പറഞ്ഞത്. ഗ്രൂപ്പുകൾ വ്യക്തിയാധിഷ്ഠിതമാകുമ്പോഴും ആ വ്യക്തിയാധിഷ്ഠിത ഗ്രൂപ്പിസം പാർട്ടിക്ക് വല്ലാതെ ക്ഷീണം സംഭവിക്കുകയും ചെയ്യുന്നത് അപകടകരമാണ്. അത്തരം ഗ്രൂപ്പിസം അവസാനിപ്പിക്കണമെന്നാണ് സോണിയാഗാന്ധി ഉദ്ദേശിച്ചതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ തിരിച്ചു വരാം താങ്കളെ. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇവിടെ ഇപ്പോൾ ശ്രീ രാമകൃഷ്ണൻ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ ഗ്രൂപ്പിസവും ഗ്രൂപ്പ് ചേരി തിരിഞ്ഞുകൊണ്ടുള്ള അവകാശവാദം ഉന്നയിക്കലും സ്വാധീനം ചെലുത്തലും അവരവരുടെ ആളുകൾക്ക് സ്ഥാനം നേടിക്കൊടുക്കാൻ നെട്ടോട്ടം നടത്തുകയും ഒക്കെ ചെയ്തത് അപകടകരമായ ഒരു അവസ്ഥയിൽ എത്തിയിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാകില്ലേ രണ്ട് ഗ്രൂപ്പുകാരും ഒരുപോലെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് G കാർത്തികേയനെ പോലെയുള്ള ഒരു മുതിർന്ന നേതാവിൻ്റെ പേര് നിർദ്ദേശിച്ചിട്ട് അതൊന്നും സ്വീകരിക്കാതെ രണ്ട് പക്ഷക്കാരുടെയും ഭാഗം പിടിക്കാതെ സുധീരനെ പോലെ ഒരാളെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്? ഇതിലൂടെ സംസ്ഥാന കോൺഗ്രസിലെ ഗ്രൂപ്പ് അപകടകരമായ ഒരു അവസ്ഥയിൽ എത്തിയിരിക്കുന്നു, അതുകൊണ്ട് ഇനി അത് വേണ്ട എന്ന താക്കീതല്ലേ കോൺഗ്രസ് ഹൈക്കമാൻഡ് നൽകിയത്? തീർച്ചയായിട്ടും ഇപ്പോൾ താങ്കൾ പറഞ്ഞതാണ് അതിൻ്റെ കറക്റ്റ് വേർഷൻ. കാരണം കേരളത്തിലെ കോൺഗ്രസിലെ ഗ്രൂപ്പിസം അപകടകരമായ ഒരു ദിശയിലേക്ക് പോകുന്നു. അപ്പോൾ ഗ്രൂപ്പിൻ്റെ അതിപ്രസരം ഈ പാർട്ടിയെ ഗ്രസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ശാപമാണെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് വളരെ യോഗ്യത ഉണ്ടായിരുന്നിട്ട് കൂടിയും ശ്രീ G കാർത്തികേയനെ ഒഴിവാക്കി ഇത്തരമൊരു നിയമനം നടത്താൻ ഹൈക്കമാൻഡിനെ പ്രേരിപ്പിച്ചത്. ഗ്രൂപ്പുകൾ ഇവിടെ ഞാൻ പറഞ്ഞുതരാം. ശ്രീ ഉമ്മൻചാണ്ടി ഒരു യാഥാർത്ഥ്യമാണ്, ശ്രീ രമേശ് ചെന്നിത്തല ഒരു യാഥാർത്ഥ്യമാണ്. അവരോടൊപ്പം അവർ നയിക്കുന്ന ഗ്രൂപ്പുകളിൽ യോഗ്യതയുള്ള ഒരുപാട് ആളുകളുണ്ട്. അതോടൊപ്പം ആ യോഗ്യതയുള്ള ആളുകളെ തള്ളി മാറ്റിക്കൊണ്ട് അയോഗ്യരായ പല ആളുകളും ഗ്രൂപ്പിൻ്റെ പേരിൽ പാർട്ടിയുടെ പല സ്ഥാനങ്ങളിലും കയറിപ്പറ്റിയിട്ടുണ്ട്. ആ പ്രവണതയാണ് ഇല്ലാതാക്കേണ്ടത്. ഇപ്പോൾ ഗ്രൂപ്പിനകത്ത് നിൽക്കുന്ന യോഗ്യത ഉള്ളവരെ പരിഗണിക്കേണ്ടത് അനിവാര്യമായ ഒരു കാര്യമാണ്. അതേസമയം ഗ്രൂപ്പിനകത്ത് നിൽക്കുന്ന അയോഗ്യന്മാർ പാദസേവ ചെയ്ത് വിടുപണി ചെയ്ത് അല്ലെങ്കിൽ സൈക്കോഫൻസി കൊണ്ട്
നേതാവിനെ സുഖിപ്പിച്ച് ഓരോ കാര്യങ്ങൾ നേടിയെടുക്കുന്ന ഒരു പ്രവണത വളരെ വർദ്ധിച്ചിരിക്കുന്നു. ആ പ്രവണതയാണ് അവസാനിപ്പിക്കേണ്ടത്. അതുകൊണ്ടാണ് ഗ്രൂപ്പിൻ്റെ അതിപ്രസരം ഒഴിവാക്കണമെന്ന് കോൺഗ്രസ് പ്രസിഡന്റ് പറഞ്ഞത്. ഇവിടെ സുധാകരനെ സംബന്ധിച്ച് പറഞ്ഞാൽ അദ്ദേഹം കണ്ണൂരിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്, പ്രവർത്തകരുടെ അംഗീകാരമുള്ള ഒരാളാണ്. അദ്ദേഹം ഒരു കടലാസ് നേതാവല്ല. അപ്പോൾ സ്വാഭാവികമായി അദ്ദേഹം ആ പ്രവർത്തകരുടെയൊക്കെ വികാരം വെച്ചുകൊണ്ട് ഒരു കാര്യം പറഞ്ഞു. അതിനകത്ത് തെറ്റിദ്ധാരണാജനകമായിട്ടൊന്നുമില്ല. പക്ഷേ കോൺഗ്രസ് പ്രസിഡന്റ് പരസ്യമായി കോൺഗ്രസിൻ്റെ ഒരു കൺവെൻഷനിൽ ഒരു തീരുമാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ തീരുമാനത്തെക്കുറിച്ച് തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ ഇത്തരം പരാമർശനങ്ങൾ സുധാകരനെ പോലെ സീനിയർ നേതാക്കന്മാർ ഒഴിവാക്കണമെന്നുള്ള കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ താങ്കളും കാര്യങ്ങളിലേക്ക് വരുന്നു. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, താങ്കൾ പറഞ്ഞതുപോലെ കോൺഗ്രസ് അധ്യക്ഷ ഒരു തീരുമാനമെടുത്ത് അത് നടപ്പാക്കുന്നു. കേരളത്തിൽ ഇനി ഗ്രൂപ്പ് പ്രവർത്തനം വേണ്ട. അതിനുള്ള അതൃപ്തി ആരൊക്കെയാണ് അറിയിക്കുന്നത്? സംസ്ഥാന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ അത്തരമൊരു തീരുമാനം എടുത്തതിനുള്ള അതൃപ്തി അറിയിക്കുകയും സോണിയാഗാന്ധിയെ സ്വീകരിക്കാൻ അദ്ദേഹം ചടങ്ങിലെത്താതിരിക്കുകയും അവർ പങ്കെടുത്ത ചടങ്ങിൽ വൈകി എത്തുകയും ഒക്കെ ചെയ്തത് സംസ്ഥാന കോൺഗ്രസിൽ ഇങ്ങനെയൊക്കെ പുറത്ത് കാര്യങ്ങൾ പറയുമ്പോഴും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഗ്രൂപ്പ് പ്രശ്നങ്ങൾ ഉണ്ടെന്നും അവരോട് കൺസൾട്ട് ചെയ്യാതെ തീരുമാനമെടുത്തതിൽ അവർക്ക് അതൃപ്തി ഉണ്ടെന്നും തുടർന്ന് അങ്ങോട്ടും വേണ്ടി വന്നാൽ ഇത് ഈ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുമുള്ളതിൻ്റെ സൂചനയല്ലേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത്? അതുകൊണ്ടല്ലേ ഇത്തരം കർശനമായ തീരുമാനം പ്രഖ്യാപനത്തിന് ശേഷവും കെ സുധാകരൻ MP താങ്കൾ പറഞ്ഞതുപോലെ തെറ്റിദ്ധാരണ എന്ന് താങ്കൾ പറഞ്ഞതുപോലെ അത്തരമൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാവുന്ന ഒരു പ്രസ്താവന നടത്താൻ ഇടവരുത്തിയതും? താങ്കൾ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറഞ്ഞത് ശുദ്ധ അസംബന്ധമാണ്. കാരണം ശ്രീ VM സുധീരൻ്റെ നിയമനം വന്നപ്പോൾ ആദ്യമായി പ്രതികരിച്ച നേതാവ് ശ്രീ ഉമ്മൻചാണ്ടിയാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ തീരുമാനം അംഗീകരിക്കാൻ ഞാനടക്കമുള്ള കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകന്മാരും ബാധ്യസ്ഥരാണ്, അംഗീകരിച്ച് തന്നെ മുന്നോട്ട് പോകുമെന്നാണ് ശ്രീ ഉമ്മൻചാണ്ടി പറഞ്ഞത്. ഉമ്മൻചാണ്ടി ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം മുൻകൂട്ടി തയ്യാറാക്കിയ ഒരുപാട് പരിപാടികളുണ്ട്. ഇതൊക്കെ അനാവശ്യമായി ചില കാര്യങ്ങൾ മാധ്യമങ്ങൾ സൃഷ്ടിക്കലാണ്. കാരണം ലക്ഷദ്വീപിലേക്ക് പോകാൻ 5-10 മിനിറ്റാണ് ഇവിടുത്തെ എയർപോർട്ടിൽ അവർ ചെലവഴിച്ചത്. അപ്പോൾ സ്വാഭാവികമായി മുഖ്യമന്ത്രി ഓഫീസുമായി ബന്ധപ്പെട്ട് തൻ്റെ സാന്നിധ്യം അനിവാര്യമാണോ എന്ന് ചോദിച്ചപ്പോൾ മാഡം തന്നെ പറഞ്ഞു അനിവാര്യമല്ല, ഞാൻ ലക്ഷദ്വീപിലേക്ക് പോവുകയാണ്. 5 മിനിറ്റ് ഒരു ട്രാൻസിറ്റ് പാസഞ്ചർ നിനക്ക് അവിടുന്ന് മാറി കയറാൻ ഒരു 5 മിനിറ്റ് സമയം. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, എല്ലാ ചടങ്ങുകൾക്കും എത്തുന്ന ഓടി നടന്ന ജനസമ്പർക്ക പരിപാടി നടത്തുന്ന മുഖ്യമന്ത്രി VM സുധീരൻ അധികാരം ഏറ്റെടുക്കുന്ന ചടങ്ങിലും സോണിയാഗാന്ധി തീരുമാനമെടുത്ത ശേഷം കേരളത്തിൽ വരുന്ന ചടങ്ങിലുമെല്ലാം വൈകി എത്തുന്നത് അത്ര സാധാരണമാണെന്ന് താങ്കൾ പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമാണ്. ഇല്ലില്ല, ഇക്കാര്യത്തിൽ VM സുധീരനെ KPC പ്രസിഡന്റായിട്ട് ആദ്യം അംഗീകരിച്ച ആൾ ശ്രീ ഉമ്മൻചാണ്ടിയാണ്. തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു വാർത്തകളും ചാനലുകൾ പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ ഞാൻ തയ്യാറല്ല. കാരണം ഇന്നലെ സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം തന്നെ എല്ലാവരും കേട്ടതല്ലേ. കൊല്ലത്തും അദ്ദേഹം പ്രസംഗം നടത്തി. ഇതിപ്പോൾ ഇന്നലെ കൊല്ലത്ത് നിന്ന് അദ്ദേഹം കോട്ടയത്തിന് പോയി. വേണമായിരുന്നുവെങ്കിൽ തിരുവനന്തപുരത്ത് വരാൻ മാഡം പറഞ്ഞു, അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് അദ്ദേഹം കോട്ടയത്തിന് പോയത്. മാഡം നിർബന്ധിച്ചാൽ തിരുവനന്തപുരത്ത് അദ്ദേഹം വിമാനത്തിൽ കയറും കൊല്ലത്തുനിന്ന്. പക്ഷേ മാഡം പെർമിഷൻ കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം കോട്ടയത്ത് പോയത്. ഈ നിസ്സാരമായ കാര്യങ്ങൾ പർവ്വതീകരിച്ച് ഉമ്മൻചാണ്ടിയെ പോലെ ജനഹൃദയത്തിൽ സ്ഥാനമുള്ളൊരു നേതാവിനെ കോൺഗ്രസിനകത്ത് അപകീർത്തിപ്പെടുത്താൻ നടത്തുന്ന ശ്രമം ഒരു കാര്യം കൂടി ഞാൻ പറയാം. കാരണം ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം. കേരളത്തിലെ KPCCയുടെ പ്രസിഡന്റാണ് ശ്രീ രമേശ് ചെന്നിത്തല. അതുപോലെ തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് ശ്രീ ഉമ്മൻചാണ്ടി. സ്വാഭാവികമായി അവർ രണ്ടുപേരും കൂട്ടായി കൊടുത്ത ഒരു തീരുമാനത്തിന് വിരുദ്ധമായ ഒരു തീരുമാനം ഹൈക്കമാൻഡിൽ വരുമ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ആ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിനെ കുറിച്ചാണ്, ആ രീതിയെക്കുറിച്ചാണ് മുഖ്യമന്ത്രി ഒരു പരാമർശം നടത്തിയത്. അത് നടത്തേണ്ടടുത്ത് തന്നെയാണ്, പറയേണ്ടടുത്താണ് പറഞ്ഞത്, പത്രത്തിലല്ല പറഞ്ഞത്. പത്രത്തിലൊക്കെ നിങ്ങൾ ഊഹിച്ചെടുത്തതാണ്. ഞാൻ തിരിച്ചു വരാം. ശ്രീ P രാജൻ, കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ശ്രീ P രാജൻ, ഞാൻ തിരിച്ചു വരാം. ശ്രീ രാജ്, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ P രാജൻ, കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ധനാഭ്യർത്ഥന ബിൽ ചർച്ച ചെയ്യുമ്പോൾ അതിൽ വിപ്പുണ്ടായിട്ട് പോലും പങ്കെടുക്കാതെ മടങ്ങി വന്ന MLA ആയ VM സുധീരനെ താങ്കൾ ഓർക്കുന്നുണ്ടാകും. അന്ന് പാർട്ടി എടുത്ത തീരുമാനത്തിൽ തനിക്ക് യോജിക്കാൻ കഴിയാത്ത ഒരു തീരുമാനം ഉണ്ടായപ്പോൾ അദ്ദേഹം അത് സഭയിൽ രേഖപ്പെടുത്തി പുറത്തു വന്ന വ്യക്തിയാണ്. പിന്നീട് VM സുധീരൻ AK ആന്റണിയുടെ ഏറ്റവും വിശ്വസ്തനും ആ ഗ്രൂപ്പിൽപ്പെട്ട ആളുമായിരുന്നു.
പിന്നീട് അങ്ങോട്ട് ഏറെക്കുറെ നിഷ്പക്ഷമായ നിലപാടുകൾ സ്വീകരിച്ച് VM സുധീരൻ പൊതുസമ്മതനായി ഇരുന്ന അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം തുടങ്ങുമ്പോൾ തൊട്ട് നമുക്കറിയാം ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം കോൺഗ്രസ് പാർട്ടിയും സർക്കാരും പല വിഷയങ്ങളിലും സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾക്കെതിരെ പരസ്യമായ രംഗത്ത് വന്നിട്ടുള്ള വ്യക്തിയാണ്. BOT ടോളിന്റെ കാര്യത്തിൽ, കരിമണൽ ഖനനത്തിന്റെ കാര്യത്തിൽ, വയൽ നികത്തൽ നിയമത്തിന്റെ കാര്യത്തിൽ തുടങ്ങി പല നിർണായകമായ വിഷയങ്ങളിലും സ്വന്തം മനസാക്ഷിക്കനുസരിച്ച് തീരുമാനമെടുത്ത് വന്നിട്ടുള്ള VM സുധീരൻ അദ്ദേഹം ശ്രദ്ധേയനായത് പ്രതിപക്ഷത്തിന്റെ നിലപാടുകൾ എതിർത്തതുകൊണ്ടല്ല, ഭരണപക്ഷത്തിന്റെ സ്വന്തം പാർട്ടിയുടെ നിലപാടുകൾ എതിർത്തുകൊണ്ടാണ്. അങ്ങനെയുള്ള VM സുധീരനാണ് ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന സാഹചര്യത്തിൽ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാനും ഭരണത്തെയും പാർട്ടിയെയും ഏകോപിപ്പിച്ച് കൊണ്ടുപോകാനും ചുമതലപ്പെട്ട് നിൽക്കുന്ന വ്യക്തി. അവിടെ കോൺഗ്രസ് അധ്യക്ഷ പറയുന്നു ഇനി കേരളത്തിൽ ഗ്രൂപ്പ് വേണ്ട എന്ന്. ഇവിടെ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞതുപോലെ തന്നെ നിഷ്പക്ഷരായി നിൽക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർ ഇനി സുധാകരന് പിന്നിൽ അണിനിരുന്ന അതൊരു മറ്റൊരു ഗ്രൂപ്പായി മാറും. അങ്ങനെയല്ലേ കോൺഗ്രസിന്റെ ചരിത്രം നമുക്ക് മുന്നിൽ വെളിപ്പെട്ടിട്ടുള്ളത്? ശ്രീ പി രാജൻ, അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പൊന്നും ഇപ്പം ഇല്ല. സുധീരൻ്റെ പ്രസംഗം നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഇനി മേലാൽ എന്ത് ചെയ്യും എന്നാണ് നോക്കേണ്ടത്. ഇനി മേലാൽ കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെയോ കേരളത്തിൽ ഉമ്മൻചാണ്ടിയും രമേശും ചേർന്ന് മന്ത്രിസഭ എടുക്കുന്ന തീരുമാനത്തെയോ എത്രത്തോളം സുധീരൻ എതിർക്കും എന്ന് നിങ്ങൾക്ക് ആലോചിച്ച് നോക്കണം. എതിർക്കാൻ പോകുന്നില്ല. ഇതിൻ്റെ ഭാഗമാകാൻ വേണ്ടിയുള്ള ഒരു അഭ്യാസം കൂടിയായിരുന്നു സുധീരൻ ഈ മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന പ്രസ്താവനകൾ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചില ആദർശ നേതാക്കളെ ഉണ്ടാക്കും എന്നല്ലാതെ അതിൽ കവിഞ്ഞൊന്നുമില്ല. എന്ന് വെച്ച് സുധീരൻ ഒട്ടും മോശക്കാരനാണെന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. അവർ സുധീരനെ നിയമിച്ചിട്ടുള്ളത് പാർട്ടി അണികളിൽ അല്ലാതെ ചില പരിശോധനകളും ചില ആളുകളുടെ അഭിപ്രായം ശേഖരിക്കലും എല്ലാം നടത്തിയിട്ട് ഒരു ഇമേജ് സുധീരനുണ്ടെന്നും അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ഗുണം ചെയ്യുന്ന ആൾക്ക് മാറ്റണമെങ്കിൽ അദ്ദേഹത്തെ നേതൃസ്ഥാനത്ത് കൊണ്ടുവരുന്നത് നല്ലതാണെന്നും കണ്ടതിന് ശേഷം ചെയ്തിട്ടുള്ളതാണ്. അത് തന്ത്രപരമായ നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ എനിക്ക് ഉറപ്പിച്ചു പറയാവുന്ന ഒരു കാര്യം, സുധീരൻ കളത്തിനപ്പുറത്ത് ചവിട്ടാൻ പോകുന്നില്ല. അന്ന് കരുണാകരനും ആൻ്റണിയും ഗ്രൂപ്പും തമ്മിൽ തുല്യമായൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നുകൊണ്ട് ഇതും ഒരു അഭ്യാസത്തിൻ്റെ ഭാഗമായി ചെയ്തിരുന്നു എന്നല്ലാതെ കോൺക്രീറ്റ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് അദ്ദേഹം പറയുന്ന ആദർശങ്ങളും ജനാധിപത്യമൊക്കെ ശ്രീ ഉണ്ണിത്താൻ അത് അങ്ങനെ ഉണ്ണിത്താൻ പറയാൻ ബുദ്ധിമുട്ടുണ്ടാവുമെങ്കിലും ഞാൻ പറയുന്നു, എന്ത് ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സുധീരൻ്റെ നിയമനം? ഉമ്മൻചാണ്ടിയും മറ്റേ രമേശനും സ്ഥാനം വഹിക്കുന്നതിനേക്കാൾ ജനാധിപത്യ വിരുദ്ധമായ രീതിയിലുള്ള ഒരു സ്ഥാനാരോഹണമാണ് സാക്ഷാൽ സുധീരൻ നടത്തിയത്. അവിടെയൊന്നും അദ്ദേഹത്തിന് എതിർപ്പില്ലല്ലോ. ആളെ നിയമിക്കുന്നത് കൺസൾട്ടേഷൻ വേണം പാർട്ടിയിൽ എന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്നു. ഈ കൺസൾട്ടേഷൻ ഇനി സുധീരൻ എത്രത്തോളം നടത്താൻ പോകും? 400 അംഗ ജംബോ വർക്കിംഗ് കമ്മിറ്റി വിളിച്ചു കൂട്ടിയിട്ടാണോ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പോകുന്നത്? ഇതൊക്കെ പാർട്ടിക്കകത്തുണ്ടാകുന്ന ചെറിയ കാര്യങ്ങൾ കഴിഞ്ഞ കുറേ കാലമായി നടക്കുന്നതിൻ്റെ പെരുപ്പിച്ച് ഉണ്ടാക്കുന്ന ഇത് തന്നെ ഇടതുപക്ഷത്തിലും അച്യുതാനന്ദനെ പറ്റിയും എനിക്ക് അഭിപ്രായം. അച്യുതാനന്ദന് ഒരു ഇമേജ് സ്വയം സൃഷ്ടിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്തു. പക്ഷേ പാർട്ടിക്ക് അദ്ദേഹത്തെ പുറത്താക്കാനുള്ള ധൈര്യമില്ല. കാരണം അത് അവർക്കുള്ള ശക്തിയില്ല, ദുർബലമായ ഒരു അവസ്ഥയുണ്ട്. കോൺഗ്രസ്സിൽ അങ്ങനെ ഒരു പാരമ്പര്യവുമില്ല. കഴിയുന്നത്ര ആളുകളെ ഇലക്ഷനിൽ എതിരായി സ്ഥാനാർത്ഥിയാകുന്നവരെ അനുവദിച്ചുകൊണ്ടിരിക്കും. എതിരായിട്ട് സ്ഥാനാർത്ഥിയാകുകയാണെങ്കിൽ മാത്രമേ പാർട്ടിയിൽ നിന്ന് ഈ അഭിപ്രായം പങ്കുവെക്കുന്നുണ്ടോ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ? ഈ അഭിപ്രായം പങ്കുവെക്കുന്നുണ്ടോ? CPIM-ൽ സംഭവിച്ചതുപോലെ CPIM-ന്റെ ഔദ്യോഗിക നേതൃത്വം ചില തീരുമാനങ്ങൾ എടുക്കുന്നു, അതിനെ VS പരസ്യമായി ലംഘിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹം അതിൻ്റെ വിമത ശബ്ദം പുറപ്പെടുവിക്കുന്നു, അദ്ദേഹം പൊതുജന സമ്മതനാകുന്നു. തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇവിടെ ശ്രീ രാജൻ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തെ ഒഴിവാക്കാൻ പാർട്ടിക്ക് കഴിയില്ല. അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ മുൻനിർത്തി പാർട്ടി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. അതേപോലെ കോൺഗ്രസിൽ ഇപ്പോൾ അന്ന് VM സുധീരൻ കോൺഗ്രസിന്റെ നിലപാടുകളെയും നയങ്ങളെയും എതിർത്തത് ഇതുപോലെ ഒരു പൊതുജന സമ്മതിക്ക് വേണ്ടിയായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു പ്രതിച്ഛായയുണ്ട്. ഒരു അപകടാവസ്ഥയിൽ അദ്ദേഹത്തെ അധ്യക്ഷ സ്ഥാനത്ത് കൊണ്ടുവന്ന് കോൺഗ്രസ് തടി തപ്പാൻ നോക്കുന്നു. ഇതാണ് ശ്രീ രാജൻ പറഞ്ഞതിന്റെ ചുരുക്കമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. താങ്കൾ ഈ അഭിപ്രായം പങ്കുവയ്ക്കുന്നുണ്ടോ? ഞാൻ ആ അഭിപ്രായം പങ്കുവയ്ക്കുന്നില്ല. കാരണം എനിക്കത് പങ്കുവയ്ക്കാനാവില്ല. കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്, അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ്. അപ്പോൾ സുധീരൻ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഓരോ വിഷയങ്ങളിലും അദ്ദേഹം ജനപക്ഷത്ത് നിന്ന് സംസാരിച്ചിട്ടുണ്ട്. കോൺഗ്രസിനകത്ത് ഒരു ഔദ്യോഗിക പദവി വഹിക്കാത്ത കാലത്താണ് അദ്ദേഹം ഓരോ വിഷയത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പ്രതികരണം പരസ്യമായി പ്രകടിപ്പിച്ചത്. അത് ജനപക്ഷത്ത് നിന്നുള്ള ഇതാണ്. അത് ഒരു ആ അഭിപ്രായ പ്രകടനത്തിലൂടെ ഒരു വ്യക്തി പ്രഭാവം വളർത്തിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ആൻ്റണിയും അത്തരം അഭിപ്രായ പ്രകടനത്തിലൂടെയാണ് അദ്ദേഹം ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായി ആ ക്രിയേറ്റ് ഇമേജ് ചെയ്തതാണ് ഇന്ന് ശ്രീ സുധീരന് ഗുണകരമായി ഭവിച്ചത്. ഇവിടെ ഒരു കാര്യം പറയാം. ഇന്നലെ വരെ നാം കണ്ട സുധീരൻ കോൺഗ്രസ് പാർട്ടിയിൽ ഒരു വ്യക്തി മാത്രമായിരുന്നു. ഇന്ന് ആ കോൺഗ്രസ് പാർട്ടിയെ കേരളത്തിൽ നയിക്കുന്ന കോൺഗ്രസിൻ്റെ അവസാനത്തെ വാക്കായി ശ്രീ സുധീരൻ മാറി.
കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ്സുകാരെയും ഒരുമിപ്പിച്ചു കൊണ്ടുപോകണം. മുഖ്യമന്ത്രിയുമായും പഴയ KPC പ്രസിഡന്റുമായും ഒരു സമവായത്തിലൂടെ പോകേണ്ടി വരും, സ്വാഭാവികമാണ്. അപ്പോൾ ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ മുമ്പിലുള്ള പ്രമുഖമായ അജണ്ട. ആ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റ് നേടിയെടുക്കണമെന്നാണ് സോണിയാഗാന്ധി പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായി കേരളത്തിലെ സമസ്ത വിഭാഗം ആളുകളെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രീ സുധീറിൻ്റെ പ്രസിഡൻഷിപ്പിന് കഴിയണം. ഒരു കാര്യം ഞാൻ രാജൻ പറഞ്ഞതിനോട് യോജിക്കുകയാണ്. കാരണം കഴിഞ്ഞ കാലം ഒരു വ്യക്തിയായിരുന്നപ്പോൾ അദ്ദേഹം പ്രകടിപ്പിച്ച പല അഭിപ്രായങ്ങളും ഇനി അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഒതുക്കേണ്ടി വരും. കാരണം ഇന്ന് അദ്ദേഹം വ്യക്തിയല്ല, ഒരു പ്രസ്ഥാനത്തിൻ്റെ തലവനാണ്, തലപ്പത്തിരിക്കുന്ന ആളാണ്. അപ്പോൾ പല കമൻറ്റുകളും റിസർവ് ചെയ്യേണ്ട ബാധ്യത അദ്ദേഹത്തിന് വരും. മുമ്പ് അതില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. ഞാൻ തിരിച്ചു വരാം. ശ്രീ രാമകൃഷ്ണൻ, താങ്കൾ ദയവായി ക്ഷമിക്കണം, താങ്കൾ ടെലിഫോൺ ലൈനിൽ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന കാര്യം ഒരു നിമിഷം എൻ്റെ മനസ്സിൽ നിന്ന് പോയി. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കൊന്നും താങ്കളിലേക്ക് എനിക്ക് വരാൻ കഴിയാതെ പോയത്. ശ്രീ രാമകൃഷ്ണൻ, ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നെല്ലാം ഇപ്പോൾ കെ സുധാകരൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നമുക്കെടുക്കാം. അദ്ദേഹം പറഞ്ഞ ഒരു നേതാവ് ഉണ്ടാകുന്നു, അദ്ദേഹത്തിന് ഒരു ഹീറോ ഇമേജ് ഉണ്ടായി വരുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് ആരാധക വൃന്ദങ്ങൾ ഉണ്ടാകുന്നു. ഈ ആരാധക വൃന്ദങ്ങളാണ് ഗ്രൂപ്പുകളായി മാറുന്നത്. ഈ ഗ്രൂപ്പുകൾ അവരുടെ നേതാക്കന്മാരെ സോപ്പിട്ടും സ്വാധീനിച്ചും പല അടവുകൾ പയറ്റിയും അവർക്കൊപ്പം നിന്നും അവർക്ക് ജയ് വിളിച്ചുമെല്ലാം സ്ഥാനമാനങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നു. അത്തരം നീക്കങ്ങൾ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് സംസ്ഥാന കോൺഗ്രസിനെ എത്തിച്ചിരിക്കുന്നു. ഇത് കോൺഗ്രസ് ഹൈക്കമാൻഡ് തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇനി ഗ്രൂപ്പ് കേരളത്തിൽ പാടില്ല എന്ന നിലപാട് ഹൈക്കമാൻഡ് എടുത്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കെ സുധാകരൻ അതിൽ അസ്വസ്ഥനായിക്കൊണ്ടാകില്ലേ ഇതുപോലെ ഒരു പ്രസ്താവന നടത്തിയത്? ഇത് രാജമോഹൻ ഉണ്ണിത്താൻ പറഞ്ഞതുപോലെ സുധാകരൻ പറഞ്ഞ അഭിപ്രായപ്പെടുന്നത് വലിയ ഗൗരവമുള്ള ചർച്ചയ്ക്ക് വിഷയീഭവിക്കേണ്ട കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല. സുധാകരൻ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു. പക്ഷെ അതിൽ പറഞ്ഞു ഒരു തെറ്റ്. അദ്ദേഹം പറഞ്ഞത് ആരാധകന്മാരുടെ മധ്യത്തിൽ നിൽക്കുന്ന ഒരു നേതാവ്, ആ നേതാവിന്റെ ചുറ്റും ആരാധക വൃന്ദം, അതാണ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞത്. അത് അദ്ദേഹം കോൺഗ്രസിലെ ഗ്രൂപ്പിനെ പറ്റി പഠിക്കാത്തത് കൊണ്ടാണ് തോന്നുന്നത്. അദ്ദേഹം കോൺഗ്രസിന്റെ പഴയകാല ഗ്രൂപ്പിനെ പറ്റി പഠിക്കണം. അയാൾക്ക് ഇപ്പോൾ ആരാധക വൃന്ദം വേണമെന്നുള്ള ചിന്ത അത് യഥാർത്ഥ കോൺഗ്രസ് സംസ്കാരത്തിന്റെ ഭാഗമല്ലെന്ന് വളരെ സ്നേഹപുരസരം ഞാൻ സുധാകരനെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കോൺഗ്രസിൽ പണ്ടേ ഗ്രൂപ്പുണ്ട്. പക്ഷെ അത് ഏതെങ്കിലും ഒരു വ്യക്തിയെ ആരാധിക്കുന്നതല്ല, ആശയത്തെ ആണ് ആരാധിക്കുന്നത്, ആശയത്തെയാണ് ഉൾക്കൊള്ളുന്നത്. അപ്പൊ ആശയ സംവാദം ഉണ്ടാവും പാർട്ടിക്കകത്ത്, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ പലപ്പോഴും പരസ്യമായി തന്നെ AICC വേദികളിൽ ശക്തമായി പ്രകടിപ്പിക്കാറുണ്ട്. പക്ഷെ അതൊന്നും പാർട്ടിക്ക് ക്ഷീണം ചെയ്യാൻ, മറിച്ച് ആരാധകർ അത് അപകടം ചെയ്യും. കാരണം ഈ ആരാധകന്മാരെയെല്ലാം കൂട്ടി പാർട്ടിയോട് എതിർപ്പ് തോന്നുമ്പോൾ ആരാധകർക്കെല്ലാം മാടുകളെ പോലെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും. അവർക്ക് കോൺഗ്രസിനോട് വിശ്വാസമില്ല, കോൺഗ്രസ് ആശയത്തോട് വിശ്വാസമില്ല, പാർട്ടിയുടെ പരിപാടിയോട് വിശ്വാസമില്ല. ഈ നേതാവിനെ ആരാധിക്കുക, നേതാവിനെ പൂജിക്കുക, നേതാവിന്റെ കാല് പിടിക്കുക, ഈ കാലുപിടുത്ത രാഷ്ട്രീയം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഗുണം ചെയ്യില്ല എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. ഈ കാലുപിടുത്ത രാഷ്ട്രീയമാണോ കണ്ണൂരിൽ ഉണ്ടായത് ശ്രീ രാമകൃഷ്ണൻ? അത് കാലുപിടുത്തത്തിലേക്ക് വന്നില്ല. പക്ഷേ സുധാകരന്റെ കൂടെ ഇതുപോലെ സുധാകരൻ സത്യം തുറന്നു പറഞ്ഞു. ഒരു ആരാധക സമൂഹം സുധാകരനെ ആരാധിക്കുന്നു. സുധാകരൻ എന്ത് തെറ്റ് ചെയ്താലും അത് ശരിയാണെന്ന് പറയുന്നു, സമർത്ഥിക്കുന്ന അത് ഒരു ഫാസിസ്റ്റ് പ്രവണതയാണ്. അത് പഴയ ഹിറ്റ്ലറുടെ ഒരു പ്രവണതയാണ്. ആ പ്രവണതയിലേക്ക് സുധാകരൻ പോകുന്നതാണ് എന്നെ പോലെയുള്ള ആളുകൾക്ക് സുധാകരനോട് അഭിപ്രായ വ്യത്യാസങ്ങൾ പെട്ടെന്ന് പറയേണ്ടി വരുന്നത്. എനിക്ക് സുധാകരനോട് വ്യക്തിപരമായി ഒരു വിരോധമില്ല, ഞാൻ വളരെ തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ സുധാകരന്റെ ഈ സമീപനം ഒരുപിടി ആരാധകന്മാരെ സൃഷ്ടിക്കുക, ആ ആരാധകന്മാർക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുക. അദ്ദേഹം ഒരു പാർലമെന്റ് മെമ്പറാണ്. പക്ഷെ പാർലമെന്റ് മെമ്പർ എന്ന നിലയിൽ അല്ല അദ്ദേഹം പ്രവർത്തിക്കുന്നത്. അദ്ദേഹം ഒരു ഗ്രൂപ്പിന്റെ തലവൻ, ആരാധകന്മാരുടെ ഒരു ആരാധന. കേട്ടല്ലോ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇതാണ് കണ്ണൂരിലെ മുൻ DCC പ്രസിഡന്റിന്റെ അഭിപ്രായം. അദ്ദേഹം ചില ആരാധകർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, ഒരു ഗ്രൂപ്പിന്റെ നായകനായി നിന്ന് പ്രവർത്തിക്കുന്നു. ഒരുപക്ഷെ ആ ആരാധകരെ തൃപ്തിപ്പെടുത്താനും അവരുടെ കയ്യടി വാങ്ങാനും ആയിരിക്കുമോ കെ സുധാകരൻ ഇന്നിപ്പോൾ കോൺഗ്രസ് അധ്യക്ഷ പറഞ്ഞു പോയ ഉടനെ തന്നെ ഗ്രൂപ്പ് ഉണ്ടാകുമെന്ന് പറഞ്ഞത്? ഞാൻ KPCC ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ കണ്ണൂർ ജില്ലയുടെ ചാർജ് എനിക്കായിരുന്നു. അപ്പോൾ സ്വാഭാവികമായി കണ്ണൂർ ജില്ലയെക്കുറിച്ച് ശ്രീ രാമകൃഷ്ണനെ പോലെ തന്നെ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ സുധാകരൻ
കണ്ണൂർ ജില്ലയിൽ ആരാധകരുള്ളൊരു നേതാവ് തന്നെയാണ്. ഒരു വ്യക്തിയുടെ പ്രവർത്തന ശൈലിയിൽ ആകർഷകരായി പാർട്ടി പ്രവർത്തകരും ജനങ്ങളും ഒരു ആരാധനാ മനോഭാവത്തോടു കൂടി പെരുമാറുന്നതാണ് ഈ ആരാധകർ എന്ന് പറയുന്നത്. ശ്രീ കെ കരുണാകരന് കേരളത്തിൽ ആരാധകർ എന്നുകൊണ്ട് പലപ്പോഴും ഞാൻ കണ്ടുകൊണ്ട് പല ഉന്നതന്മാരും വന്ന് അദ്ദേഹത്തിൻ്റെ കാല് തൊട്ട് വന്ദിക്കുന്നത് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടില്ല. അതൊരു ആരാധനയുടെ ഭാഗമാണ്. കാര്യം അദ്ദേഹത്തെ പക്ഷേ ഒരു കാര്യം നമ്മളെല്ലാം മനസ്സിലാക്കണം. അത് പി രാമകൃഷ്ണൻ മനസ്സിലാക്കണം, കെ സുധാകരൻ മനസ്സിലാക്കണം, രാജ്മോഹൻ ഉണ്ണിത്താൻ മനസ്സിലാക്കണം. ശ്രീ കരുണാകരൻ്റെ അനുഭവ പാഠം വെച്ച് ഞാൻ പറയാം. കോൺഗ്രസ് പ്ലസ് സുധാകരൻ ഈസ് സംതിങ്, കോൺഗ്രസ് പ്ലസ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഈസ് സംതിങ്, കോൺഗ്രസ് പ്ലസ് പി രാമകൃഷ്ണൻ ഈസ് സംതിങ്, കോൺഗ്രസ് പ്ലസ് കരുണാകരൻ ഈസ് സംതിങ്. ഈ കോൺഗ്രസ് മൈനസ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഈസ് നത്തിങ്, കോൺഗ്രസ് മൈനസ് കെ സുധാകരൻ ഈസ് നത്തിങ്, കോൺഗ്രസ് മൈനസ് പി രാമകൃഷ്ണൻ ഈസ് നത്തിങ്. അത് കരുണാകരന് ബോധ്യമായി. അദ്ദേഹം ഒരു വലിയ പ്രസ്ഥാനമായിരുന്നു. കോൺഗ്രസ് വിട്ടപ്പോൾ, DIC ഉണ്ടാക്കിയപ്പോൾ, NCP പോയപ്പോൾ തൻ്റെ മകള് പോലും കോൺഗ്രസ് വിട്ട് കൂടെ പോകാൻ തയ്യാറായില്ല. അപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു വികാരമാണ്. ആ വികാരം നമ്മുടെ പേരിനോടൊപ്പം ഉള്ളത് കൊണ്ടാണ് ഈ ആരാധകരും അനുചരന്മാരും ഒക്കെ ഉള്ളത്. കോൺഗ്രസിൽ നിന്ന് നമ്മൾ പുറത്തായി കഴിഞ്ഞാൽ, പുറത്തു പോയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഈ ആരാധകന്മാരെ ഒന്നും കിട്ടത്തില്ല. ചിരിക്കുമ്പോ കൂടെ ചിരിക്കാൻ 1000 പേര് വരും, കരയുമ്പോൾ കൂടെ കരയാൻ നിഴൽ മാത്രം അറിയും. അതുകൊണ്ട് കോൺഗ്രസ് വിട്ടുപോയി നമുക്ക് ഈ ആരാധകരെ തരുന്നുള്ള ബോധം നമ്മുടെ മനസ്സിൽ വേണം. ഞാൻ വരാം താങ്കളിലേക്ക്. ശ്രീ പി രാജൻ, ഞാൻ പറയാൻ വന്നത് ശ്രീ പി രാജൻ, അതായത് കേരളത്തിൽ ഇപ്പോൾ VM സുധീരൻ KPCCയുടെ അധ്യക്ഷ സ്ഥാനത്തെത്തിയിരിക്കുന്നു. കഴിഞ്ഞ KPCC അധ്യക്ഷനായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന് ആഭ്യന്തരമന്ത്രി പദം കിട്ടുന്നതിന് മുൻപ്, അദ്ദേഹം ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ ഭാഗമാകുന്നതിന് മുൻപ് പലവട്ടം അദ്ദേഹത്തെ മന്ത്രിസഭയിലേക്ക് പരിഗണിക്കുന്ന കാര്യം ഉണ്ടാവുകയും അത് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ തട്ടിത്തെറിപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒടുവിൽ അദ്ദേഹം സഹികെട്ട് പറഞ്ഞു, ഇനി സർക്കാരിന് സർക്കാരിൻ്റെ വഴി, പാർട്ടിക്ക് പാർട്ടിയുടെ വഴി. താങ്കൾക്ക് ഓർമ്മയുണ്ടാകും, ഇന്നിപ്പോൾ എല്ലാ ഘട്ടത്തിലും പാർട്ടിയുടെ നയനിലപാടുകളുമായി സർക്കാരിൻ്റെ തീരുമാനങ്ങളുമായി വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ള, അതിനെ എതിർത്ത് ശബ്ദിച്ചിട്ടുള്ള VM സുധീരൻ അധ്യക്ഷ സ്ഥാനത്ത് വരുമ്പോൾ അദ്ദേഹം പറയുന്നു ഗ്രൂപ്പ് രാഷ്ട്രീയം എല്ലാം മറന്ന് ഒറ്റക്കെട്ടായി കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് അദ്ദേഹം പറഞ്ഞാലും അനുയായികൾ അല്ലെങ്കിൽ മറ്റു ഗ്രൂപ്പുകാർ അത് വകവെച്ച് കൊടുക്കുമോ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്? തെരഞ്ഞെടുപ്പ് കാലത്ത് വകവെച്ച് കൊടുക്കും. അത് കഴിഞ്ഞാൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി വീണ്ടും തർക്കമുണ്ടായെന്ന് വരാം. രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെ വാക്കുകൾ സൂക്ഷിച്ച് പ്രയോഗിക്കുന്ന ഒരു വക്താവ് ജനപക്ഷത്ത് നിന്നു എന്ന് ഈ മാധ്യമങ്ങളെ അനുകരിച്ച് പറയരുത്. സുധീരൻ ജനപക്ഷത്ത്, അച്യുതാനന്ദൻ ജനപക്ഷത്ത് എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെല്ലാം അല്ലാത്ത പക്ഷത്ത് ആണ് കോൺഗ്രസ്സുകാർ ഇതുവരെ നിന്നേന്നാണോ അർത്ഥം? അല്ലെങ്കിൽ ജനപക്ഷം എന്ന് പറഞ്ഞാൽ എന്തോ ഭരണകൂടത്തിനെതിരായി പറയുന്നത് മാത്രമാണോ? അങ്ങനെ വാക്കുകൾ ഉപയോഗിച്ച ആളുകളെ തെറ്റിദ്ധരിപ്പിക്കരുത്. മാധ്യമങ്ങൾ അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ചു എന്ന് വരാം. വക്താവായിട്ടുള്ള ഒരാൾ ജനപക്ഷത്ത് നിന്ന സുധീരൻ എന്ന് പറയുമ്പോൾ ഉമ്മൻചാണ്ടിയും രമേശനും ജനപക്ഷത്തായിരുന്നില്ല എന്നൊരു ധ്വനി അതിൽ വരികയാണ്. അത് ഞാൻ ഇടയ്ക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ ഒരു വാക്കുകൾ തെറ്റിച്ച് പറയാത്ത ഒരാളാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. പറഞ്ഞ രീതിയിൽ തെരഞ്ഞെടുപ്പ് ബഹുമാന്യനായ രാജനോട് ഞാൻ പറയാം, ഞാൻ ആ അർത്ഥത്തിലല്ല അങ്ങനെ ഉപയോഗിച്ചത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളുമായി ബന്ധപ്പെടുന്ന നേതാവ് ശ്രീ ഉമ്മൻചാണ്ടി തന്നെയാണ്. ഞാനതല്ല പറഞ്ഞത്. ഇപ്പോൾ ചില കാര്യങ്ങളിൽ അഭിപ്രായം പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് പറയാൻ പറ്റത്തില്ല, കാരണം ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ വക്താവാണ്. പക്ഷെ സുധീരൻ പറയുന്നുണ്ട് ആറന്മുള വിമാനത്താവളത്തെ കുറിച്ച് അല്ലെങ്കിൽ കരിമണൽ ഖനനത്തെ കുറിച്ച് എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ പറയാത്തത്, ഞാനൊരു പാർട്ടിയുടെ ചട്ടക്കൂടിൽ നിൽക്കുന്നു, അപ്പൊ എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുകളുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളുമായി ബന്ധപ്പെടുന്ന നേതാവ് ഒരു വക്താവിന്റെ സ്ഥാനം മാത്രം ഞാൻ പറയാം. എനിക്ക് അതൊരു വലിയ വിഷയമല്ല. ശ്രീ രാജ്മോഹൻ ഇപ്പോൾ വിശദമാക്കിയതുപോലെ തന്നെ പാർട്ടിയുടെ ചട്ടക്കൂടിനകത്തേക്ക് സുധീരൻ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലും പ്രയോഗങ്ങളിലും പ്രവർത്തനത്തിലും ഒതുങ്ങി പോകും. അതിനൊട്ടും സംശയം വേണ്ട. അതൊരു വഴക്കായി മാറാനുള്ള സാധ്യതയില്ല. പ്രത്യേകിച്ചും അടുത്ത പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരെ. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം കോൺഗ്രസിന് അനുകൂലമോ അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരാനുള്ള ഇടയുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ചലനങ്ങളായിരിക്കും പിന്നീടുള്ള കാലഘട്ടത്തിൽ കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനും UDFിലും ഉണ്ടാകാൻ പോകുന്നത്. അതിനു മുമ്പ് സുധീരൻ്റെ ആ സ്ഥാനത്തുള്ള നിയമനം UDFിനും കോൺഗ്രസിനും അനുകൂലമായ ഒരു സാഹചര്യം തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അത് അവർ ഈ ജനപക്ഷം എന്ന് നേരത്തെ പറഞ്ഞ രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ആ പ്രതിച്ഛായ മുതലെടുക്കാൻ വേണ്ടി കൂടിയാണ് അത് ചെയ്തിട്ടുള്ളത്. അതിൽ കവിഞ്ഞ് പാർട്ടിക്കകത്ത് ഒരു വഴക്ക് ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല.
ഏറി വന്നാൽ അടുത്ത സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും ശബ്ദത്തിന് കുറച്ചുകൂടി ഒരു സ്ഥാനം നൽകണം എന്നൊരു സന്ദേശം ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഞാൻ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനോട് ഒരു ചോദ്യം. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇവിടെ ജി കാർത്തികേയനു വേണ്ടി ഗ്രൂപ്പുകളെല്ലാം മറന്ന് സംസ്ഥാന കോൺഗ്രസ് നേതാക്കൾ ഒന്നാകെ ഹൈക്കമാൻഡിനെ സമീപിച്ചു. പക്ഷേ VM സുധീരൻ വന്നു, നേതാവായി. ഇവിടെ മേഡം സോണിയാഗാന്ധി വന്ന് പറഞ്ഞു, ഇനി കേരളത്തിലെ കോൺഗ്രസിൽ ഇനി ഗ്രൂപ്പുകൾ പാടില്ല, ഗ്രൂപ്പ് മറന്ന് ഒറ്റക്കെട്ടായി പോകണം. ഇപ്പോഴെങ്കിലും താങ്കൾക്ക് ബോധ്യപ്പെട്ട് കാണുമല്ലോ ഹൈക്കമാൻഡ് അരൂപി അല്ല എന്ന്, അല്ലേ? ശ്രീ ജി കാർത്തികേയൻ കേരളത്തിലെ KPCC പ്രസിഡന്റാകാൻ പരമയോഗ്യനാണ്, അത് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ഈ രണ്ട് ഗ്രൂപ്പുകളും കൂടി യോജിച്ച് അദ്ദേഹത്തിൻ്റെ പേര് കൊടുത്തത് കൊണ്ട് അദ്ദേഹം ഒരു വ്യക്തിമായി എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ ഒരു കാര്യം ഹൈക്കമാൻഡ് ഒരു മെസ്സേജ് കൊടുത്തിരിക്കുന്നു. കാരണം കേരളത്തിൽ ഇപ്പോൾ പഴയ കാലത്തെ രാഷ്ട്രീയ പ്രവർത്തന ശൈലിയല്ല ഇത്, ഇൻ്റർനെറ്റ് യുഗമാണ്. ശ്രീ രാജനും അറിയാം. ഇപ്പോൾ പണ്ടൊക്കെ കേരളത്തിലെ പാർട്ടി നേതൃത്വത്തെ ആശ്രയിച്ചിട്ടാണ് പല വിവരങ്ങളും ഹൈക്കമാൻഡ് കളക്ട് ചെയ്യുന്നത്. ഇപ്പം അങ്ങനല്ല, അവർക്ക് അവരുടേതായ സോഴ്സുകളുണ്ട്, പ്രൈവറ്റ് ഏജൻസികളുണ്ട്. അപ്പോൾ കേരളത്തിലെ 14 ജില്ലയിലെയും രാഷ്ട്രീയ പ്രവർത്തനത്തെക്കുറിച്ച്, കോൺഗ്രസ് രാഷ്ട്രീയത്തെക്കുറിച്ച് അവർ കോൺഗ്രസിലൂടെ അല്ലാതെ മറ്റൊരു ഏജൻസിയിലൂടെ ഒന്നല്ല പല ഏജൻസിയിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പോൾ അവരിപ്പോൾ എത്തിയിരിക്കുന്ന തീരുമാനം കാർത്തികേയൻ അയോഗ്യനാണെന്നല്ല, ഗ്രൂപ്പ് രാഷ്ട്രീയം വേണ്ട കേരളത്തിൽ. രണ്ട് ഗ്രൂപ്പുകൾ ഒരുമിച്ചൊരു പേര് കൊടുത്തു, അത് വേണ്ട. ഗ്രൂപ്പിലില്ലാത്ത, ഗ്രൂപ്പിന് അതീതമായി പ്രവർത്തിക്കുന്ന ഒരാളിനെ അവർ വെച്ചത് ഒരു സന്ദേശമാണ്. കാരണം കേരളത്തിലെ ഗ്രൂപ്പിലെ അതിപ്രസരം പാർട്ടിയെ വല്ലാതെ ബാധിക്കുന്നു, അത് അവസാനിപ്പിക്കണം. അതുകൊണ്ട് ഹൈക്കമാൻഡ് തീരുമാനിച്ചാൽ ഈ ഗ്രൂപ്പ് തീരും. ഹൈക്കമാൻഡ് ഇനിയും ഗ്രൂപ്പിനെ പ്രോത്സാഹിപ്പിച്ചാൽ ഈ ഗ്രൂപ്പ് ഇനിയും പിന്നെ തലമുക്കും, വളരും, വലുതാകും, യാതൊരു തർക്കവും. വരും ദിവസങ്ങളിൽ കാണാം. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, വളരെയധികം ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ശ്രീ P രാജൻ, ശ്രീ P രാമകൃഷ്ണൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഈ സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.